ഇത് അബ്ദുൾ നാസർ മദനി. വാക്കുകൾക്കപ്പുറം ജീവിതം കൊണ്ട് ആദർശമെഴുതിയ യുഗപ്രഭാവൻ. നാടിൻ്റെ ചരിത്രരേഖകളിലേക്ക് പതറാത്ത ചുവടുവയ്പ്പുകളുമായി നടന്നു കയറിയ ധീരവിപ്ലവകാരി. ആത്മധൈര്യത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും നാൾവഴികളിൽ ജീവിതം തീപ്പന്തം പോലെ ഉയർത്തിപ്പിടിച്ച അതുല്യ നായകൻ. ഇന്ന് മദനി വിശേഷണങ്ങൾക്കപ്പുറം നിൽക്കുന്നൊരു ആർജവമുള്ള വിസ്മയമാണ്. അതെ, മദനിക്ക് തുല്യം മദനി മാത്രമായി. കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി പഞ്ചായത്തിലെ വേങ്ങ എന്ന ചെറിയ ഗ്രാമത്തിലെ തോട്ടുവാൽ വീട്ടിൽ അബ്ദുൾ സമദ് സാറിൻ്റെയും അസുമാ ബീവിയുടെയും മകനായി 1966 ജനുവരി 18 അബ്ദുൾ നാസർ ജനിച്ചു. ചെറുപ്പത്തിലെ തികഞ്ഞ ദക്ഷിണാശാലിയും ഉത്സാഹിയുമായിരുന്ന അബ്ദുൾ നാസറിൻ്റെ സ്കൂൾ പഠനം വേങ്ങ VV മുസ്ലിം LP സ്കൂൾ, മിലാഡി ഷെരീഫ് സ്കൂൾ എന്നിവിടങ്ങളിലും പ്രാഥമിക മദ്രസ പഠനം വേങ്ങ ICS മദ്രസയിലുമായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം മതപഠനത്തിനായി തേവലക്കര ഇസത്തുൽ ഇസ്ലാം അറബി കോളേജിലും തുടർന്ന് കൊല്ലം കൊല്ലൂർവിള മദനുൽ ഉലൂം അറബി കോളേജിലും അദ്ദേഹം ചേർന്നു. അതിനുശേഷം മലപ്പുറം പട്ടിക്കാട് ജാമിയ നൂറിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മതരംഗത്തെ പോസ്റ്റ് ഗ്രാജുവേഷനായ ഫൈസി ബിരുദവും അബ്ദുൾ നാസർ കരസ്ഥമാക്കി. നേരിൻ്റെ തീ ചിതറുന്ന വാക്കുകൾ, കർമ്മബോധത്തിൻ്റെ സൂര്യൻ ജ്വലിച്ചു നിന്ന പ്രസംഗവേദികൾ, ലോകത്തിൻ്റെ നാനാ തെരുവുകളിൽ അതിക്രൂരമായി തകർക്കപ്പെടുന്ന ജീവിതങ്ങളെക്കുറിച്ച് ആരെയും ഇളക്കിമറിക്കുന്ന ഭാഷയിൽ മദനി സംസാരിച്ചു. ആത്മാർത്ഥതയുടെ ലാവാപ്രവാഹമായിരുന്നു അത്. പലരും പറയാൻ ഭയന്ന സത്യങ്ങളെ പൊള്ളുന്ന കനൽത്തുണ്ടുപോലെ അദ്ദേഹം ശ്രോതാക്കളുടെ അകതാരിൽ വിതറി. സവർണ മേലാളന്മാരുടെ ഇരിപ്പിടങ്ങൾക്കടിയിൽ വരെ ആ കനൽച്ചൂട് ചെന്നെത്തി. പലർക്കും മദനി എന്ന നാമധേയം തന്നെ അസഹനീയമായി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ തനിക്ക് ചുറ്റും കാണുന്ന തിന്മകളെ, അധർമ്മങ്ങളെയൊക്കെ മദനി തൻ്റെ മാന്ത്രിക ജിഹ്വയാൽ നിശിതമായി വിചാരണ ചെയ്തുകൊണ്ടിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരൊറ്റയാൾ പോരാട്ടമായിരുന്നു അത്. ഒടുവിൽ സത്യം പറഞ്ഞ നാവിനെ നിശബ്ദമാക്കാൻ പലർ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു മദനിയുടെ അറസ്റ്റും തുടർന്ന് തമിഴ്നാട്ടിലേക്കുള്ള നാടുകടത്തലും. അതിനു മുമ്പ് 1992 ആഗസ്റ്റിൽ നടന്ന വധശ്രമത്തിൽ വലതുകാൽ നഷ്ടമായിട്ടും തൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹം അണുവിട പോലും പിൻവാങ്ങിയില്ല. എന്നു മാത്രമല്ല, പോരാട്ടം കൂടുതൽ ശക്തമാക്കുകയാണുണ്ടായത്. അതുകൊണ്ട് തന്നെ മദനിക്കെതിരെ ബോംബുകളേക്കാൾ ശക്തിയുള്ള ആയുധമാണ് പിന്നീടവർ പണിതത്. വർഷങ്ങളോളം വിചാരണ പോലും കൂടാതെ ജയിലിലടച്ച് ക്രൂരമായി പീഡിപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഒരു സത്യം അവർ അറിഞ്ഞിരുന്നില്ല. നന്മ നിറഞ്ഞ ആ ഹൃദയത്തിൽ ദൈവസാന്നിധ്യം ഒരു വൻ കോട്ട പോലെ അപ്രതിരോധ്യമായി നിലകൊള്ളുന്നു എന്ന സത്യം. മഹാരോഗങ്ങളും അംഗവൈകല്യവും പീഡനവും മത്സരിച്ച് തകർക്കാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം വിശ്വാസദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അതിജീവിച്ചത്. അതിജീവനത്തിൻ്റെ പര്യായമായ ആ നാമധേയം ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ ഇന്ന് ആരാധനയാൽ കുറിക്കപ്പെട്ടിരിക്കുന്നു. മദനി പ്രതിയാക്കപ്പെട്ട കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൻ്റെ വിധി പറയുന്ന ദിവസം ഓരോ മലയാളിയെ സംബന്ധിച്ചും സുപ്രധാനമായിരുന്നു. വിധി എന്താവും? അന്യനാട്ടിലെ ജയിലിൽ നിരവധി രോഗങ്ങളോട് മല്ലിട്ട്
ശരീരത്തിൻ്റെ ഓരോ ഇഞ്ചിലും വേദന അമർത്തിപ്പിടിച്ച് പൊട്ടിപ്പൊളിഞ്ഞ വെപ്പുകാലുമായി നരകയാതന അനുഭവിക്കുന്ന ഒരു മലയാളിയോട് എല്ലാ രാഷ്ട്രീയ വേർതിരിവുകൾക്കും ഉപരിയായി മറ്റു മലയാളികൾക്കുണ്ടാകേണ്ട ജാഗ്രത. എത്രയോ ഹൃദയങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം പറഞ്ഞ മറുപടി അന്ന് നാം കേട്ടു. മദനി കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. സത്യത്തിൻ്റെ ആത്യന്തികമായ വിജയം. മനസാക്ഷിയുടെ ഒരു ചെറു സ്പന്ദനമെങ്കിലും ഉള്ളിൽ അവശേഷിച്ച ഓരോ മനുഷ്യനും ആ ദിവസം ആഹ്ലാദത്തിൻ്റെ പരകോടിയിൽ നിൽക്കുമ്പോൾ ഉള്ളാലെ കരഞ്ഞിരിക്കണം. നിന്ദ്യമായ അവഗണനയ്ക്കും ക്രൂരതകൾക്കും ഈ മനുഷ്യനെ വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ആഘോഷിച്ചു തീർത്ത 10 വർഷങ്ങൾ. നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് മദനി സംസാരിച്ചത്. ആ മനുഷ്യനു വേണ്ടി ഉച്ചത്തിലൊരു വാക്കുപോലും പറയാൻ കഴിയാതിരുന്ന ആർജവമില്ലായ്മ മലയാളിയുടെ സ്വത്വത്തിൻ്റെ ഭാഗമെന്നോർത്ത് നമുക്ക് സമാധാനിക്കാം. നേരിനും നീതിക്കും വേണ്ടി ശബ്ദിച്ച കുറ്റത്തിന് ഇത്രയും കഠിനമായൊരു ശിക്ഷ ഏറ്റുവാങ്ങി തളർന്ന് പുറം ലോകത്തേക്ക് വരുമ്പോൾ മദനിക്കെന്താവും ലോകത്തോട് പറയാനുണ്ടാവുക? കോരിച്ചൊരിയുന്ന മഴയിൽ രാവു പകലാക്കി വഴിയോരങ്ങളിൽ ജനം കാത്തുനിന്നു. അനീതിക്കെതിരെ പൊട്ടിത്തെറിച്ചിരുന്ന മദനി തുല്യതയില്ലാത്ത അനീതിക്കിരയായി മരണം മറികടന്നെന്ന പോലെ മടങ്ങിയെത്തുമ്പോൾ ആ രോഷം വാക്കുകളിൽ ഒതുങ്ങുമോ? പത്തു വർഷത്തെ വിരഹം നാടിൻ്റെ ഹൃദയത്തുടിപ്പുകളിൽ നിന്ന് അദ്ദേഹത്തെ തുടച്ചു മാറ്റിയോ? ഏറെയായിരുന്നു ആശങ്കകൾ. പക്ഷേ മദനി സംസാരിച്ചു തുടങ്ങി. ഇന്നലെ പറഞ്ഞു നിർത്തിയ ഒരു വാക്കിൻ്റെ തുടർച്ച പോലെ ശാന്തനായി, പതിവിലും സൗമ്യനായി. കാത്തിരുന്നവരുടെ കണ്ണീർ നിറഞ്ഞ മുഖങ്ങളിലേക്ക് നോക്കി മദനി മക്കളെ എന്ന് വിളിക്കുമ്പോൾ ചോര സ്വന്തം ചോരയെ തിരിച്ചറിയുന്ന ആത്മബന്ധത്തിൻ്റെ വേദന നിറഞ്ഞ കടലായിരുന്നു എല്ലാ കണ്ണുകളെയും നനച്ചത്. ലാവ പോലെ ഉരുകി നിറഞ്ഞ അനുഭവങ്ങളുടെ പൊള്ളിക്കുന്ന ചൂടുള്ള വാക്കുകളിൽ വെറുപ്പല്ല, ദൈവതുല്യമായ ശാന്തി, ശാന്തി മാത്രം. തൻ്റെ വലതുകാൽ ബോംബെറിഞ്ഞ് തകർത്തവനെ ചേർത്ത് നിർത്തി പുറത്തു കൊടുക്കുന്ന ദൈവകാരുണ്യം നാം അവിടെ കണ്ടു. പഴയതിനേക്കാൾ പ്രൗഢഗംഭീരമായ ആ സ്വരം വല്ലാത്ത ഒരു ചൈതന്യം നിറഞ്ഞതായിരുന്നു. ഒരുപാട് കാലം വേർപെട്ടുപോയ ഹൃദയങ്ങൾ പരസ്പരം കണ്ടതിൻ്റെ കണ്ണീരുപ്പ് പുരണ്ട കാറ്റായിരുന്നു കോഴിക്കോട്ടെ കടപ്പുറമാകെ. വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ പ്രകോപനപരമായി പ്രസംഗിച്ചു എന്ന കുറ്റത്തിനാണ് മദനി അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതേ നാട്ടിൽ എല്ലാ കുറ്റാരോപണങ്ങളിൽ നിന്നും വിമുക്തനാക്കപ്പെട്ട് ആവേശക്കടലായി ഇളകിമറിയുന്ന പ്രിയപ്പെട്ടവരോട് മദനി സംസാരിക്കുകയാണ്. അപ്പോഴും കരുണയുടെ വിളക്കുകളെല്ലാം ഒരുമിച്ച് തെളിയുന്ന ആ ഹൃദയത്തിൽ നിരാശയല്ല, സ്വപ്നങ്ങളും പ്രതീക്ഷകളും വിശ്വാസവും മാത്രം. തൻ്റെ നാടിനെക്കുറിച്ച്, അധസ്ഥിതനും ദലിതനും പീഡിതനും അധികാരം കൈയാളുന്ന സ്വപ്നഭൂമികയെക്കുറിച്ച്, ഒറ്റയ്ക്ക് നീന്തിക്കിടന്ന ദുരിതക്കടലിനെക്കുറിച്ച് ഒക്കെ ആ വാക്കുകൾ അനർഗളം ഒഴുകി. 10 വർഷം ഇത്ര വാക്കുകളും വിചാരങ്ങളും അടക്കി വയ്ക്കുമ്പോൾ എത്ര കഠിനമായ മൗനമാണ് ആ ഹൃദയം താങ്ങിയത്. മദനിക്ക് മുന്നിൽ ശ്വാസമടക്കി പിടിച്ചിരുന്ന് ഓരോ വാക്കും ഹൃദയത്തിലേറ്റു